ഒമാനിൽ മസ്കറ്റിലടക്കം വിവിധ ഗവർണറേറ്റുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. മുസന്തം, ബുറൈമി, വടക്കൻ ബാത്തിന, ദാഹിറ ഗവർണറേറ്റുകളിലാണ് കനത്ത മഴമേഘങ്ങളുടെ സാന്നിധ്യമുള്ളത്. വടക്കൻ ബാത്തിനയിൽ അഖർ, ഷിനാസ് ഫലജ്, സുഹാർ എന്നിവിടങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തു. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ക്രമേണ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമെന്ന അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. സുൽത്താനേറ്റിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശനിയാഴ്ച മുതൽ കനത്ത ഇടിമിന്നൽ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകി. മഴയും ആലിപ്പഴ വർഷവും മൂലം റോഡിൽ കാഴ്ചപരിധി കുറയുകയും വാദികൾ നിറയുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലും വാദികളിലും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കനത്ത മഴയെ തുടർന്ന് ഒമാനിൽ വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ട് 2 പേർ മരിച്ചിരുന്നു. വിവിധയിടങ്ങളിൽ കുടുങ്ങിപ്പോയ 35ഓളം പേരെ പോലീസും സിവിൽ ഡിഫൻസും ചേർന്ന് രക്ഷിച്ചു. വരും ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വാദി മാവിലിൽ ആയിരുന്നു ആളുകളുടെ ജീവനെടുത്ത അപകടം. 3 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. 2 പേർ മരിച്ചെന്നും ഒരാളെ രക്ഷപ്പെടുത്തിയെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ സീപ് വിലായത്തിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരെയും രക്ഷിച്ചു. മവാല പ്രദേശത്ത് ഒരു വീട്ടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. തെക്കൻ മബലയിലും ഇതിന് സമാനമായ സംഭവമുണ്ടായി. വീട്ടിൽ കുടുങ്ങിപ്പോയ 13 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തത്. മസ്കറ്റ്, തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിനയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രാവിലെ തുടങ്ങിയ മഴ ഉച്ചയോടെ കൂടുതൽ ശക്തമാവുകയായിരുന്നു. വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ, ദാഹിറ, ദാഖിലിയ എന്നിവിടങ്ങളിലും മഴ ലഭിച്ചു. ഇടിമിന്നലോട് കൂടിയുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ബൌഷർ അമറാത്ത് മലയോര പാത താൽക്കാലികമായി അടച്ചു. ഈ മാസം 30 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ പിന്തുടരണമെന്നും വാദിയിൽ ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അമിറാത്ത് പർവ്വത പാത താൽക്കാലികമായി അടച്ചതായി റോയൽ ഒമാൻ പോലീസാണ് അറിയിച്ചത്. യാത്രക്കാർ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും യാത്രയ്ക്കായി മറ്റ് റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ROP അറിയിച്ചു. മസ്കറ്റിൽ ശനിയാഴ്ച വൈകിട്ട് ഇടിമിന്നലിന്റെ അകമ്പടിയിൽ കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലും വാദികളിലും താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച അബുദാബി, ദുബായ്, ഷാർജ എമിറേറ്റുകളിലെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് ചില മേഖലകളിൽ കാഴ്ച പരിമിതപ്പെട്ടിരുന്നതായും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു. ന്യൂനമർദ്ദത്തെ തുടർന്ന് ശനിയാഴ്ച രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ സംവഹന മേഘങ്ങൾ രൂപപ്പെട്ടതാണ് മഴ ലഭിക്കാൻ കാരണം. ശക്തമായ കാറ്റും പ്രതീക്ഷിച്ചിരുന്നു. കാറ്റ് മൂലം പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ രാവിലെ 8 മുതൽ രാത്രി 8 മണിവരെ ദൂരക്കാഴ്ച കുറയുമെന്നും NCM മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദുബായിലെ അൽ ഖൈൽ ഗേറ്റിലുണ്ടായ മഴയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട്. സിലിക്കൺ ഒയാസിസ് മേഖലകളിലും അതിരാവിലെ മഴ ലഭിച്ചതിനെ തുടർന്ന് ചില കെട്ടിടങ്ങളുടെ മുൻഭാഗത്ത് വെള്ളക്കെട്ടുമുണ്ടായി. ഷാർജയിലെ അൽ മജാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് മഴ ലഭിച്ചത്. കാഴ്ച പരിമിതപ്പെടുത്തുന്നതിനാൽ യാത്രക്കാർക്ക് അധികൃതർ പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അല്ലൈനിലും മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം എവിടെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗതാഗത നീക്കത്തെയും മഴ ബാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.